നമസ്കാരം. നേപ്പാളിൽ നിന്നുള്ള 25 ലക്ഷത്തിലധികം കുടിയേറ്റക്കാർ ഇന്ത്യയിലുണ്ട് എന്നാണ് കണക്ക്. നേപ്പാളിലെ കടുത്ത പട്ടിണിയും തൊഴിലില്ലായ്മയും ഇന്ത്യയിലെത്തി ഒരു ജീവിതം കണ്ടെത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ അതിർത്തി കടന്നെത്തുന്നവർക്ക് വലിയ അവഗണനയാണ് ഇന്ത്യയിൽ നേരിടേണ്ടി വരുന്നത്. ഇന്ത്യയിലെ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നതിന്റെ പകുതി കൂലി പോലും പലപ്പോഴും നേപ്പാളി കുടിയേറ്റക്കാർക്ക് നൽകുന്നില്ല. ഒപ്പം നേപ്പാളിൽ നിന്നുള്ള സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിനും വിധേയരാകുന്നു. ഇന്ത്യയുടെ പൗരന്മാർ അല്ലാത്തതുകൊണ്ട് തന്നെ സർക്കാരുകളും ഇവരെ സഹായിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നില്ല. ദില്ലിയിലെ പല സ്ഥലങ്ങളിലും നേപ്പാളികൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. ഇത്തരം ഒരു കോളനിയിലെത്തി എസ് അജിത് കുമാറും മധുമേനോനും ഇവരുടെ ജീവിതം പകർത്തി. അകലങ്ങളിലെ ഇന്ത്യയുടെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്ര ദക്ഷിണ ദില്ലിയിലേക്കാണ്, കാപ്പസേഡയിലേക്ക്. വൃത്തിഹീനമായ ഈ പരിസരത്ത് ചെറിയ മുറികളിൽ താമസിക്കുന്ന ഇവർ കുടിയേറ്റക്കാരാണ്. നേപ്പാളിൽ നിന്നും തൊഴിൽ തേടി ഇന്ത്യയിലെത്തിയവർ. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് തേടി അന്യരാജ്യത്തെത്തിയവർ. ഭാവി സുരക്ഷിതമാക്കാൻ അതിർത്തി കടന്നെത്തിയവർ. ഇന്ത്യ ഒരു തണലായി കാണുന്നവരാണ് അഭയാർത്ഥികൾ. നല്ല ജീവിതം ആഗ്രഹിച്ചാണ് നേപ്പാളിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഇന്ത്യയിലെത്തുന്നത്. പക്ഷേ ഇവർക്ക് അത് ലഭിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഇവർക്ക് നല്ല ജീവിതം ഇന്ത്യയിൽ ലഭിക്കുന്നില്ല? ഇവരുടെ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ട് അധികൃതർ കണ്ടില്ല എന്നടിക്കുന്നു? കിരൺ 10 വർഷം മുമ്പാണ് ഇന്ത്യയിലെത്തിയത്. ഭർത്താവിനൊപ്പം കപ്പാസിഡയിലെ ഒറ്റമുറിയിൽ താമസം തുടങ്ങുമ്പോൾ നേപ്പാളിയല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ല. ഭർത്താവ് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ ജീവിതം തുടങ്ങി. പക്ഷേ കുടിയേറ്റക്കാരായതിനാൽ തിരിച്ചറിയൽ കാർഡില്ല, റേഷൻ കാർഡില്ല. അതിനാൽ ബാങ്ക് അക്കൗണ്ട് തുറക്കാനായില്ല. കിട്ടുന്ന തുക പെട്ടിയിൽ സൂക്ഷിച്ച് വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുന്നവരുടെ കയ്യിൽ കൊടുത്തുവിടും. ഇന്ത്യയിലെ ജീവിതത്തിൽ ലൈംഗിക ചൂഷണവും നേരിടേണ്ടി വന്നു കിരണിന്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വളരെയധികം ബുദ്ധിമുട്ടി. ഭർത്താവിന്റെ അമിത മദ്യപാനവും പരസ്ത്രീ ബന്ധവുമൊക്കെ കിരണിന്റെ പ്രവാസ ജീവിതത്തെ സാരമായി ബാധിച്ചു. 5 കുട്ടികളെ വളർത്താൻ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു. അഭയാർത്ഥികൾക്കിടയിൽ എയ്ഡ്സ് പകരുകയാണെന്ന വാർത്ത ഇതിനിടെ കിരണ് മറിഞ്ഞു. ये मेरे को नहीं पता था बिल्कुल भी। और जब मेरी वो नाटंकी हो गई थी मेरे भांजी का लड़की का, तभी मैं सोची उसको एड्स हो गया। तो मैं सोच रही क्या है एड्स, उसमें ठीक हो जाएगा। कोई बोल रहे थे 10 साल का गारंटी है, 10 साल के बाद मर भी सकती है, जी भी सकती है, लेकिन उसमें बाँचने का कोई चांस नहीं है। फिर मैं सोच रही क्या बीमारी है पता नहीं, मैं तो जानती नहीं हूँ, ये सोचने लग गई। फिर उसके बाद में जब ये प्रोजेक्ट से आया फार्म भराने, मतलब ये उसके ये रामशंकर पता नहीं क्या नाम था, आनंद नाम था, वो आया था मेरा बिल्डिंग में, मतलब हमारा बिल्डिंग में नाम लिखाना फार्म भरना आया था। मैं गुस्सा इस साला पता नहीं आपने क्या चीज़ के लिए ये करने आता था, क्या चीज़ के लिए ये लिख रहा है, मेरा परिवार का नाम क्यों चाहिए, ये झगड़ा कर रही थी मैं। बच्चों भागो जाओ। സമാനമായ കഥയാണ് മായ ഗുരാഗിനും പറയാനുള്ളത്. 2003 നേപ്പാളിലെ ജാപ്പ ജില്ലയിൽ നിന്നും ദില്ലിയിലെത്തുന്നത്. ഭർത്താവിനൊപ്പം ഇവിടെ എത്തിയ മായയ്ക്കും പറയാനുള്ളത് അവഗണനയുടെ കഥയാണ്. ചെറിയ ജോലിയെടുത്ത് ജീവിക്കുന്നതിനിടയിൽ തൊഴിലുടമയിൽ നിന്നും മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നു. ഒടുവിൽ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുകയാണ്. जिस कंपनी में काम करने जाते थे तो ये नेपाली है करके जो छोड़ना, हाथ से वो छेड़खानी करना या बोलना कि चल मेरे साथ, अगर नहीं चलेगी तो तेरे को काम से निकाल दिया जाएगा, ये सब ऐसा होता। क्या जवाब देते हैं? अब क्या करें, अब एक तो उनको जवाब देना नहीं आता और कर भी कुछ नहीं सकते। अगर जवाब दे भी देते तो उनको नौकरी से हाथ धोना पड़ता, अगर नौकरी से हाथ धोएंगे तो फिर क्या खाएंगे, किराया कैसे देंगे, ये भी परेशानी है। तो इसकी वजह से भी वो लोग चुप रहते हैं। कोई कंप्लेन वगैरह नहीं है? कंप्लेन कोई नहीं होता, क्योंकि एक तो पता ही नहीं है कहाँ पे कंप्लेन होता है, कहाँ पे क्या होता है। सबसे पहले तो जानकारी की कमी है. ഇത്തരത്തിലുള്ള കഥകൾ തന്നെയാണ്
നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ പലർക്കും പറയാനുള്ളത്. അവർ ഇന്ത്യയിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ വളരെ വലുതാണ്. ലൈംഗിക ചൂഷണത്തിന് പുറമെ മറ്റ് പല ബുദ്ധിമുട്ടുകളും ഇവർ അനുഭവിക്കുന്നുണ്ട്. ഏകദേശം 25 ലക്ഷം നേപ്പാളി അഭയാർത്ഥികൾ ദില്ലിയിലുണ്ട് എന്നാണ് കണക്ക്. നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാൻ പാസ്പോർട്ടും വിസയും വേണ്ട. അതിനാൽ തന്നെ മറ്റൊരു രാജ്യമായി നേപ്പാളികൾ ഇന്ത്യയെ കാണുന്നില്ല. രൂക്ഷമായ തൊഴിലില്ലായ്മ നേരിടുന്ന രാജ്യമാണ് നേപ്പാൾ. വ്യവസായങ്ങൾ കുറവ്. അതിനാൽ അവർ തൊഴിൽ തേടി അഭയാർത്ഥികളായി കുടിയേറ്റക്കാരായി ഇന്ത്യയിലെത്തുന്നു. പക്ഷേ ഇവിടെ അവരെ കാത്തിരിക്കുന്നത് തൊഴിൽ ചൂഷണമാണ്. നേപ്പാളികൾക്ക് തിരിച്ചറിയൽ രേഖ നൽകാത്തതിനാൽ ബാങ്കുകൾ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല. പണവുമായി നാട്ടിലേക്ക് പോകുമ്പോൾ അതിർത്തിയിൽ വ്യാപകമായി കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നു. बहुत परेशानी होता है। जैसे हम लोग नेपाल का जो आईडी प्रूफ नेपाली नागरिकता होता है वो यहाँ पे चलता नहीं है। सिंपल सी बात एग्जांपल, जैसे हम लोग अब कंपनी में जैसे 5 साल 6 साल 8 साल 10 साल से हम लोग नौकरी करते हैं। जैसे हम लोग जो भविष्य निधि जो PF करता है तो हमें वो तो निकालना पड़ता है। जैसे साल में मैक्सिमम आपका गवर्नमेंट के हिसाब से भी हेल्पर का ग्रेड से भी आपको 500-600 रुपये PF करता है ना। तो कितने हो गया, 600 डबल करके साल में लगभग 11-12 हज़ार हो गया। तो हम लोग 5-7 साल ऐसे करेंगे तो काफ़ी पैसे बन जाता है। तो अब हमारा आईडी प्रूफ नहीं है तो अकाउंट खुलेगा नहीं। अकाउंट नहीं खुलेगा तो हमें पैसे मिलेंगे नहीं, निकलेगा नहीं। ये प्रॉब्लम बहुत होता है। നേപ്പാളി സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നം ലൈംഗിക ചൂഷണമാണ്. തൊഴിൽ തേടി ഇന്ത്യയിലെത്തുന്ന നേപ്പാളി സ്ത്രീകളിൽ നല്ലൊരു ശതമാനം പേർ പിന്നീട് സ്വന്തം ശരീരം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. ഇവർക്കിടയിൽ അതിനാൽ തന്നെ ലൈംഗിക രോഗങ്ങളും വർദ്ധിക്കുന്നു. അക്ഷരാഭ്യാസം പോലുമില്ലാത്ത ഇവർക്ക് എയ്ഡ്സ് പോലുള്ള രോഗങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ല. नेपाल से आते हैं भारत में तो इनको पता नहीं रहता है। कोई कोई समझदार होता है, कोई नहीं समझदार होता। ज़्यादातर समझदारी नहीं होती उन लोगों में। यहाँ आने के बाद मेहनत मजदूरी तो करते ही है। करने के बाद कोई पुरुष नेपाल से आता है, अपनी बीवी बच्चे को छोड़ के आता है तो यहाँ के कोई काम करने लगता है तो उसको काम के साथ साथ नशा भी करने लग जाता है। वो नशे के वजह से वो किसी ऐसी महिला के पास जाता है जिसे पहले से HIV एड्स होता है। ലൈംഗികമായും സാമ്പത്തികമായും പതിവായി ചൂഷണം ചെയ്യപ്പെടുന്ന ഇവരെ സഹായിക്കാൻ അധികൃതരാരും എത്താറില്ല. സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഈ കുടിയേറ്റക്കാർക്ക് അന്യമാണ്. ഇന്ത്യക്കാരല്ലാത്തതിനാൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ഇവർക്ക് ലഭിക്കില്ല. കുടിയേറ്റക്കാർക്ക് മറ്റു പദ്ധതികൾ രൂപീകരിക്കുന്നുമില്ല. തൊഴിലിനും സ്വസ്ഥ ജീവിതത്തിനുമായി കുടിയേറ്റം നടത്തുന്നത് ഒരു കുറ്റമായി കാണാൻ കഴിയില്ല. നഗരത്തിന്റെ പല മൂലകളിലും ഇത്തരം അഭയാർത്ഥികൾ താമസിക്കുന്നത് തീർച്ചയായും അധികൃതർ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അവർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇവിടെയാണ് സന്നദ്ധ സംഘടനകൾ അവരുടെ പങ്കുവഹിക്കുന്നത്, അവരുടെ ശബ്ദം പുറം ലോകത്തെ കേൾപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ബൻബാസ അതിർത്തി വഴി ദിവസവും 1000-ഓളം നേപ്പാളികളാണ് ഇന്ത്യയിലേക്ക് കുടിയേറുന്നത് എന്നാണ് ഏകദേശ കണക്ക്. അവർ ദില്ലിയിലും മുംബൈയിലും ജീവിക്കുന്നു. വിവിധ സ്ഥാപനങ്ങളിലെ സുരക്ഷാ ജീവനക്കാരായും ഭക്ഷണശാലകളിലും കടകളിലുമൊക്കെ ജീവനക്കാരായും നേപ്പാളികൾ തൊഴിലെടുക്കുന്നു. നേപ്പാളികളുടെ സേവനം നന്നായി ഉപയോഗിക്കുന്ന ഇവിടെ പക്ഷേ അടിമകളെ പോലെയാണ് പലപ്പോഴും കരുതുന്നത്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരായി ഇവർ മാറുന്നു. ആദ്യകാലങ്ങളിൽ നേപ്പാളിൽ നിന്ന് വന്നവർ ഇന്ത്യക്കാരാന്ന് കള്ളം പറഞ്ഞാണ് ഇവിടെ ജീവിച്ചത്. അസമിൽ നിന്നും ഡാർജിലിംഗിൽ നിന്നും വന്നവരെന്ന് പറയുമ്പോൾ ഇവിടെ നന്നായി ജീവിക്കാൻ കഴിയും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സന്നദ്ധ സംഘടനകളുടെ സ്ഥാനം. രാഷ്ട്രീയ നേതൃത്വം അവഗണിക്കുന്നിടത്ത് സന്നദ്ധ സംഘടനകൾ ഇടം തേടുന്നതാണ് നേപ്പാളി സമൂഹത്തിനിടയിൽ കാണുന്നത്. അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ കെയർ ഇവർക്കിടയിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി നടത്തുകയാണ്. എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിക്ക് എംഫസിസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. नेपाल से इंडिया आता है जॉब की तलाश में और उसमें बहुत सारे लोग ऐसे हैं जो यहाँ अकेले रहते हैं, परिवार उनका नेपाल में होता है। जब वो थोड़ा कमा लेते हैं साल में 1-2 बार वो वापस जाते हैं और फिर आगे फिर वो कुछ समय बिता के फिर वापस यहाँ आते हैं और वो उनके पास जो पैसा उनके पास उनको मिलता है वो कैश होता है। उनके बैंक अकाउंट्स नहीं होते, सेविंग का कोई और तरीका नहीं होता, तो कैश पैसा होने की वजह से वो हाई रिस्क में माने जाते हैं। वो जाते हैं रिस्क की तरफ, दोनों तरह के। अल्कोहल का
अल्कोहल कंज्यूम करना उनके अंदर बहुत ज़्यादा है, वो शराब का बहुत सेवन करते हैं और इसकी वजह से HIV के रिस्क पे जाते हैं, क्योंकि अकेले रहते हैं, परिवार के साथ नहीं होते। सो जब ये अपॉर्चुनिटी मिली है प्रोजेक्ट करने का, तो हमने नेपालीज को चुना और उनके साथ काम करना शुरू किया। നേപ്പാളി കുടിയേറ്റക്കാർ തന്നെ ഇത്തരം പദ്ധതികളുടെ നടത്തിപ്പുകാരായി മാറിയതാണ് എംഫസിസിന്റെ വിജയം. മായയും കിരണും ഒക്കെ ഇപ്പോൾ നേപ്പാളി സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കപ്പാസിഡയ്ക്ക് പുറമെ ഗുഡ്ഗാവിലെ സരോൾ, ഷാലിമാർ ഗാർഡൻ, നരൈന, നയി സീമാപുരി, ജിൽമിൽ, സോണിയ ക്യാമ്പ് എന്നീ കോളനികൾ കേന്ദ്രീകരിച്ചാണ് കെയറിന്റെ പ്രവർത്തനം. തുടക്കത്തിൽ പല നേപ്പാളികളും ഇവരിൽ നിന്നും വിട്ടുനിന്നു. പലർക്കും പേടിയായിരുന്നു. पहले हम लोग HIV के बारे में मतलब HIV के बारे में लेके जाते थे, तो जब कोई भी HIV के बारे में पहली बार सुनते हैं तो वो लोग सोचते थे HIV के बारे में, अरे ये क्या है, कैसे बात करने के लिए आए। एक तो हम लोग फैमिली के साथ है, नहीं तो मतलब HIV थोड़ा मतलब थिंग ही अलग था लोगों के। तो फिर बाद में थोड़ी सी मतलब आने जाने फील्ड में पहले हम लोग पूछते थे कि एक ही बार में हम लोग HIV के बारे में नहीं बोलते थे, जानकारी नहीं देते थे। पहले जाते थे, परिचय करते थे नेपाल से, कहाँ कौन सी जगह से आए हैं, यहाँ पे क्या कर रहे हैं, पहले थोड़ा मतलब क्लोज हो जाते थे। उसके बाद फिर HIV के इन्फॉर्मेशन, STI के बारे में जानकारी और हेल्थ के बारे में ऐसे हम लोग HIV के बारे में जानकारी देते थे। पर पहले तो हमें अच्छा रिस्पॉन्स नहीं देते कि हम लोग ये नेपाल चौतारी से आए और हम HIV एड्स के ऊपर काम करते हैं, तो अच्छा ठीक है फिर दरवाज़ा लगा देते थे। ऐसे भी रिस्पॉन्स मिला है हमें। നേപ്പാൾ സ്ത്രീകൾ ഇപ്പോൾ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. അന്നു ലഭിക്കുന്ന ചെറിയ വരുമാനം കൂട്ടിവെക്കാൻ ഇവർ പഠിച്ചു. ചെറിയ തുകകൾ ചേർത്ത് വലിയ സഹായം പരസ്പരം നൽകുവാനുള്ള പദ്ധതികൾ സ്വയം ആസൂത്രണം ചെയ്തു. ജീവിത സുരക്ഷയ്ക്കുള്ള പാഠം ഇവർ പരസ്പരം പറഞ്ഞുകൊടുക്കുന്നു. और किस 200 रुपये उठाते हैं ना महीना का हम लोग, उससे हम लोग को किसी तरीके से वो किसी को पैसे मांगना जाओ नहीं देता है ना, इसीलिए महिला सब लोग उठाते हैं। इसी पैसा से सब किसका जरूर है उसी को देते हैं और हम भी चलाते हैं, इसी समूह में चलाते हैं. സന്നദ്ധ സംഘടനകളുടെ ശ്രമഫലമായി നേപ്പാളിലെ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ ചില ബാങ്കുകൾ പണം നാട്ടിലേക്ക് അയക്കുവാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. ഇതും കൂട്ടായ്മയുടെ വിജയമായി തന്നെ കരുതാം. नहीं, अभी हाल में जो हम लोग लिंक कर रहे हैं, SBI जो बैंक है वो नेपाल में ट्रांसफ़र करता है मनी ट्रांसफर, वो लोग नेपाल के ID से वो लोग ट्रांसफ़र कर देते हैं। अभी वो हाल में चला हुआ है, 1-1.5 साल हुआ है। उसमें काफ़ी सर्विसेज भी हमारे लोगों ने उठाया, हम लोगों ने काफ़ी सर्विसेज वहाँ पे जाकर हम लोग को बैठा है कि पैसा यहाँ पे भेजते हैं, यहाँ से जाइए। हमारे यहाँ गुड़गांव में भी है इस तरीके से SBI बैंक का, जहाँ पे नेपाल का ID से नेपाल का एक नागरिकता देना होता है, नागरिकता देकर उनको उस नागरिकता नंबर पे नेपाल पे उस जगह पे उन लोगों को पैसा भेजा जाता है जिस जगह पे उनके रिश्तेदार वहाँ पे रहते हैं, और उनको एक 16 नंबर का कोड दिया जाता है। उस कोड पे उस जगह पे पैसा आता है, तो उस कोड दे के वहाँ पे जाना पड़ता है उस बैंक में, उसको कोड जमा करना पड़ता है कि ये कोड पे पैसा आया है बोलकर। तो 16 अंक का जो कोड होता है उसको दिखा के फिर वो लोग पैसा को एक्सेप्ट कर सकते हैं, रिसीव कर सकते हैं। നേപ്പാളി യുവാക്കളും ചെറിയ തോതിൽ കൂട്ടായ്മ രൂപവൽക്കരിച്ചിട്ടുണ്ട്. യുവാക്കൾ അവർക്ക് ലഭിക്കുന്ന ജോലികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്പരം അറിയിക്കാനും പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരു സംഘം. കുടിയേറ്റക്കാർ താമസിക്കുന്ന പല കോളനികളിലും ഇത്തരത്തിലുള്ള യുവാക്കളുടെ സംഘം സജീവമാണ്. हमारे यहाँ पे जो यूथ ग्रुप बनाया, हम लोग यहाँ स्टार्टिंग में हम फुटबॉल खेलते थे। फुटबॉल खेलते खेलते हम लोगों ने सोचा कि नेपालियों के जो अपने कम्युनिटी लोग हैं, जो नेपाली लोग हैं, उनकी हेल्प के लिए कुछ अच्छा करना चाहिए। तो सोचा फिर हम लोगों ने ऐसे खेल में खेलते खेलते अपना ये बात करते करते हमारा सोचा कि नेपाली कम्युनिटी जो लोग हैं उनको कुछ अच्छी मदद करते हैं। तो हम लोगों ने सोचा जो मैच में हम लोग स्टार्टिंग में जो जीता था, हमने वो मैच को कंट्रीब्यूट यानी कि एक जगह सेविंग के लिए रखा हम लोगों ने। നേപ്പാളിലാണ് ജനിച്ചതെങ്കിലും ഇന്ത്യക്കാരായി ജീവിക്കുകയാണ് ഇവർ. ഇവരുടെ ദുഃഖവും സന്തോഷവും എല്ലാം ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും അവഗണന മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇതിന് പരിഹാരം തേടി മുട്ടാത്ത വാതിലുകളില്ല, പക്ഷേ പരിഹാരം മാത്രം ലഭിക്കുന്നില്ല. 1950 ജൂലൈ 30-നാണ് ഇന്ത്യ നേപ്പാൾ സമാധാന സാഹോദര്യ കരാർ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സ്വതന്ത്രമായി സന്ദർശനം നടത്താനും സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനും അടക്കമുള്ള സൗകര്യങ്ങൾ നൽകുന്നതാണ് കരാർ. 1952-ൽ ഇന്ത്യക്കാർക്ക് നേപ്പാളിൽ കുടിയേറി പൗരത്വം എടുക്കുന്നതിനുള്ള നിയമത്തിന് നേപ്പാൾ രാജാവും അംഗീകാരം നൽകി. എന്നാൽ ഇരു രാജ്യങ്ങളും കുടിയേറ്റക്കാരെ ശ്രദ്ധിക്കുന്നില്ല. As a migrant, there are many structural issues. One of that is
inclusion in social and financial inclusion. Now, as migrants, they lose the social cohesiveness, the social structures that they have back at home, back at source. They are not immediately included in the social structure in the destination. For example, there are instances of stigma and discrimination of Nepalis in the destination. Many of the Nepali women are actually thought of as easy women with categorizations like that. Second is extremely difficult for migrants to get included in the financial system. വർഷങ്ങളായി ഇന്ത്യയിൽ താമസിക്കുന്ന നേപ്പാളികൾ ഗൂർഖകളായും മറ്റും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അധികാരികൾ ഇവരെ ഇപ്പോഴും അകറ്റി നിർത്തുകയാണ്. അഭയാർത്ഥികളുടെ ക്ഷേമത്തിനായി തയ്യാറാക്കിയ പല കരാറുകളും അധികാരികൾ കാറ്റിൽ പറത്തുകയാണ് എന്ന ആക്ഷേപമാണ് ഇവർക്കുള്ളത്. അഭയം തേടി വന്നവരാണ് കുടിയേറ്റക്കാർ. ഇവർക്ക് ഇന്ത്യയാണ് സ്വപ്നദേശം. സ്വന്തം സംസ്കാരവും ആഘോഷവുമെല്ലാം ഉപേക്ഷിച്ച് അന്യദേശത്തെത്തിയവർ. തീർച്ചയായും ഇവരും സാമൂഹ്യനീതി അർഹിക്കുന്നുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന പലരും ഇന്ത്യയിലെ ഈ കുടിയേറ്റക്കാരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പുതിയ തലമുറ ഇന്ത്യയിലെ ജീവിതം ആഘോഷമാക്കുന്നു. കുട്ടികൾക്കിവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു. പക്ഷേ ഇവരെയും കാത്തിരിക്കുന്നത് അവഗണനയാണെന്ന ഭയം രക്ഷിതാക്കൾക്കുണ്ട്. അതില്ലാതാക്കേണ്ട ചുമതല ഇന്ത്യൻ സമൂഹത്തിനും ഭരണാധികാരികൾക്കുമാണ്. ഇന്ത്യയിൽ നിന്നുള്ള കോടിക്കണക്കിന് ആൾക്കാരാണ് പുറം രാജ്യങ്ങളിൽ പോയി ഇവിടെയുള്ള കുടുംബങ്ങൾ പോറ്റുന്നത്. നേപ്പാളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അവഗണിക്കുന്നവർ ഈ പ്രവാസി ഇന്ത്യക്കാരെ ഓർക്കുന്നത് നന്നായിരിക്കും. അകലങ്ങൾ ഇന്ത്യയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അകലങ്ങൾ ഇന്ത്യയുടെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.